ഹായ് എവരി വൺ, എല്ലാവർക്കും നവോദയ സ്പെഷ്യലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ടൊമാറ്റോ സോസ് ആണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിയായി എങ്ങനെയാണ് ഹോം മെയ്ഡ് ടൊമാറ്റോ സോസ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനായി ഞാനിവിടെ ഈ ഒരു വലുപ്പത്തിലുള്ള 5 നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. ടൊമാറ്റോ സോസ് ഉണ്ടാക്കാൻ എപ്പോഴും തക്കാളി സെലക്ട് ചെയ്യുമ്പോൾ നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ടൊമാറ്റോ സോസ് നല്ല പെർഫെക്റ്റ് ടേസ്റ്റിലും കളറിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആദ്യം ഞാനിവിടെ ഈ തക്കാളിയൊക്കെ ചെറുതായി മുറിച്ചെടുക്കുന്നുണ്ട്. മുറിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഈ തക്കാളിയുടെ നടുവിലുള്ള കനമുള്ള ഭാഗം കളഞ്ഞ ശേഷമാണ് ഞാൻ മുറിച്ചെടുക്കുന്നത്. അങ്ങനെ ഞാൻ ഈ 5 തക്കാളിയും മുറിച്ചെടുത്ത് ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് സ്പൈസസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ വെളുത്തുള്ളി തൊലി കളഞ്ഞ ശേഷം കഴുകി അതിന്റെ ഒരു പകുതി മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു ചെറിയ കഷ്ണവും കറുവപ്പട്ടയും ഒരു ഗ്രാമ്പൂവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വീട്ടിൽ സാധാരണ ടൊമാറ്റോ സോസ് ഉണ്ടാക്കുമ്പോൾ ഈ സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുത്താണ് ഉണ്ടാക്കാറുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സ്പൈസസിന്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമില്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. പക്ഷേ ഈ സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ടൊമാറ്റോ സോസിന് ഒരു പ്രത്യേക മണവും രുചിയുമാണ്. ഈ ചേർത്ത് കൊടുക്കുന്ന സ്പൈസസിന്റെ അളവ് തീരെ കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ടൊമാറ്റോ സോസിന് ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിന്റെയൊക്കെ അളവ് കൂടിപ്പോയാൽ നമ്മുടെ ടൊമാറ്റോ സോസിന്റെ ടേസ്റ്റ് മൊത്തം മാറും. അപ്പോൾ അതൊന്നും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഈ സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് ഒരു 12 ഉണക്കമുന്തിരിയാണ്. അത് ഉണക്കമുന്തിരി ഗോൾഡൻ ആയാലും ബ്രൗൺ ആയാലും ബ്ലാക്ക് ആയാലും കുഴപ്പമില്ല. അടുത്തായി ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടൊമാറ്റോ സോസ് ഉണ്ടാക്കുമ്പോൾ ഒരു പച്ചച്ചോയ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി അടുത്ത ഇൻഗ്രീഡിയന്റ് ആവശ്യത്തിന് മധുരം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പഞ്ചസാരയല്ല ചേർക്കുന്നത്. അതിന് പകരം ഒരു വലിയ അച്ച ശർക്കരയുടെ ഒരു പകുതി കഷ്ണമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മധുരം കുറവുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് അരിച്ചെടുത്ത ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ അവസാനത്തെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് കുറച്ച് മുളകാണ്. അധികം എരിവില്ലാത്തൊരു വറ്റൽമുളകും 3 കാശ്മീരി മുളകുമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മുടെ ടൊമാറ്റോ സോസിന് ഒരു ചെറിയൊരു സ്പൈസി ടേസ്റ്റ് കിട്ടാനും ഒപ്പം നല്ലൊരു കളർ കൂടി കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ കുക്കർ അടച്ചു വെച്ച് ഒറ്റ വിസിൽ വരുത്തി ഇതൊക്കെ വേവിച്ചെടുക്കാം. കുക്കറിന്റെ വിസിൽ ഒരു 2 വിസിൽ വന്നാലും കുഴപ്പമില്ല. കുക്കർ വിസിൽ വന്ന് പ്രഷറൊക്കെ പോയ ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. തുറന്നു നോക്കിയപ്പോൾ കണ്ടില്ലേ, നമ്മൾ തീരെ വെള്ളം ചേർക്കാതെയാണ് ഇതൊക്കെ വേവിച്ചെടുത്തത്. എന്നാലും ശർക്കരയൊക്കെ ഒരുക്കി ശർക്കരയുടെ വെള്ളമൊക്കെ നന്നായി ഇതിലേക്ക് ഇറങ്ങി വരികയും ഒപ്പം തക്കാളിയൊക്കെ നന്നായി വെന്ത് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടാറാനായി വെയിറ്റ് ചെയ്യാം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായി ചൂടാറിയ ശേഷം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ചേർത്ത് കൊടുത്ത് നല്ല പോലെ അരച്ചെടുക്കുന്നുണ്ട്. അരച്ചെടുത്ത ശേഷം ഒരു പാനിലേക്ക് ഇത് നല്ല പോലെ അരിച്ചെടുക്കുകയും വേണം. ഇങ്ങനെ ഇതുപോലെ ഒരു അരിപ്പ് വെച്ച് നല്ല പോലെ തന്നെ ഇത് അരിച്ചെടുക്കണം. കാരണം നമ്മൾ ഇതിലേക്ക് മുളകൊക്കെ ചേർത്ത് കൊടുത്തതാണ്. ഈ മുളകിന് പകരം നിങ്ങൾക്ക് മുളകും പൊടി ആയാലും ചേർത്ത് കൊടുക്കാം. ഞാൻ സാധാരണ മുളക് ചേർത്താണ് തയ്യാറാക്കാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ തന്നെ കാണിച്ചത്. മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ എരിവിനനുസരിച്ച് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ കാശ്മീരി മുളക് പൊടി ആയാലും ആവശ്യത്തിന് കളറിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിതിനി നല്ല പോലെ ഇതിൽ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം. അതിനായി നമുക്ക് ഈ പാൻ നമുക്ക് സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കാം. സ്റ്റവിലേക്ക് വെച്ച് കൊടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് സമയമെടുത്ത് തന്നെയാണ് ഞാനിത് വറ്റിച്ചെടുക്കുന്നത്. കാരണം ഇത് സ്റ്റവിൽ വെച്ച് തിളച്ച് തുടങ്ങുമ്പോൾ വെള്ളമൊക്കെ നല്ല പോലെ പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഇത് നല്ല പോലെ കുറുക്കിയെടുക്കണം. നമുക്ക് ഇത് അരിച്ചെടുത്ത ശേഷം ഞാൻ ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ ഒരു സ്വല്പം ഉപ്പും കുറച്ച് മധുരവും കുറവുണ്ട്. അതുകൊണ്ട് 2-3 ടേബിൾ സ്പൂൺ അരിച്ചെടുത്ത ശർക്കരപ്പാനിയും ഒരു നുള്ളു ഉപ്പ് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് സ്റ്റവിൽ വെച്ച് സ്റ്റവ് ലോ ടു മീഡിയം ഫ്ലെയിം സെറ്റ് ചെയ്ത് നമുക്കിത് നല്ല പോലെ വെള്ളം വറ്റിച്ചെടുക്കണം. ഇതിൽ വെള്ളത്തിന്റെ കണ്ടന്റ് നല്ല പോലെ വലിയിപ്പിച്ചെടുത്താൽ ഈ ടൊമാറ്റോ സോസ് ഒരുപാട് നാൾ കേടുകൂടാതെ ഇരിക്കും. ഇതിലെ വെള്ളമൊക്കെ കറക്റ്റ് വറ്റി വരുന്നവരെ നമുക്കിത് ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ ഒരു 10-20 മിനിറ്റ് ഒക്കെ ലോ ടു മീഡിയം ഫ്ലെയിം വെച്ചപ്പോൾ നമ്മുടെ ടൊമാറ്റോ സോസ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവമാകുമ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി എല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു 5 മിനിറ്റ് കൂടി വീണ്ടും തിളപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ടൊമാറ്റോ സോസിന്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഞാൻ സാധാരണ ഇങ്ങനെയാണ് കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാറ്. ഒരു സ്പൂണിൽ ഈ ടൊമാറ്റോ സോസ് എടുത്ത് ഇതുപോലെ ഒന്ന് വരച്ച് നോക്കിയാൽ ഇതുപോലെ കറക്റ്റ് ആയി വര വീഴുന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ടെന്ന് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സോസ് നന്നായി ചൂടാറിയ ശേഷം ഞാനൊരു കണ്ടെയ്നറിലേക്ക് ഇത് മാറ്റുകയാണ്. ഈ സമയത്ത് ടേസ്റ്റ് നോക്കുമ്പോൾ നമ്മുടെ സ്പൈസസിന്റെ ഒക്കെ ടേസ്റ്റ് ഒരിത്തിരി മുന്നിട്ട് തന്നെയാണ് ഇതിൽ നിൽക്കുക. പക്ഷെ നമ്മുടെ ഈ സോസ് തണുത്ത് കഴിഞ്ഞാൽ ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന എല്ലാ സ്പൈസിന്റെയും ടേസ്റ്റൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ ഈ ടൊമാറ്റോ സോസിന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് തീർച്ചയായും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ടൊമാറ്റോ സോസിന്റെ റെസിപ്പി എല്ലാവരും തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. എന്നാൽ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് ബി ഹാപ്പി. താങ്ക് യു.